ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 98. ഈശോ തിബേരിയോസ് തടാകത്തിൽ. അതേ പട്ടണത്തിൽ വച്ച് ശിഷ്യരെ പഠിപ്പിക്കുന്നു. ഈശോ തന്റെ 13 ശിഷ്യരോടൊത്ത് ഗലീലിയ തടാകത്തിലാണ്. 2 വള്ളങ്ങളുണ്ട്, ഓരോന്നിലും 7 പേർ വീതം. ഈശോ ആദ്യത്തെ വള്ളത്തിലാണ്, പത്രോസിന്റെ വള്ളത്തിൽ. പത്രോസ്, ആൻഡ്രു, സൈമൺ, ജോസഫ്, അയാളുടെ പിതൃസഹോദരപുത്രന്മാർ 2 പേർ എന്നിവർ കൂടെയുണ്ട്. മറ്റേ വള്ളത്തിൽ സെബദിയുടെ 2 പുത്രന്മാർ യൂദാസ് ഇസ്കാരിയാട്ട്, ഫിലിപ്പ്, തോമസ്, നഥാനിയേൽ, മത്തായി എന്നിവർ യാത്ര ചെയ്യുന്നു. നല്ല തണുത്ത കാറ്റും അനുകൂലമായി വീശുന്നുണ്ട്. അതിനാൽ വള്ളങ്ങൾ വേഗം പായുന്നു. കാറ്റുകൊണ്ട് തടാകത്തിൽ ചെറിയ ഓളങ്ങൾ ഉയരുന്നുണ്ട്. അവയുടെ അരികിൽ നേരിയ വെള്ളപ്പത. നീലരത്നം പോലുള്ള തടാകത്തിന്റെ ഉപരിതലത്തിൽ വെള്ള റേന്ത പിടിപ്പിച്ച പോലെയുണ്ട്. 2 വള്ളങ്ങളുടെയും പിൻഭാഗത്ത് വെള്ളം ഭേദിച്ച ചാലുകൾ. അവ രണ്ടും ഒരുമിച്ച് ചേർന്ന് തിളങ്ങുന്ന പതയായിരിക്കുന്നു. കാണാൻ നല്ല ഭംഗി. 2 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം നീങ്ങുന്നു. പത്രോസിന്റേത് ഏതാനും വാര മുമ്പിലാണെന്ന് മാത്രം. വള്ളങ്ങൾ തമ്മിൽ ഏതാനും വാര അകലമേയുള്ളൂ. അതിനാൽ ശിഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഓരോ അഭിപ്രായങ്ങൾ പറയുകയും മറ്റും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഗലീലിയക്കാർ യൂദയായിൽ നിന്നുള്ളവർക്ക് ഓരോരോ വിവരണങ്ങൾ നൽകുന്നുവെന്നാണ്. തടാകത്തെക്കുറിച്ചും ചുറ്റുമുള്ള സ്ഥലങ്ങളെക്കുറിച്ചും അവിടങ്ങളിലെ കച്ചവടം, പ്രധാന ആളുകൾ, കഫർനാമിൽ നിന്ന് തിബേരിയോസ് വരെയുള്ള ദൂരം എന്നിവയെക്കുറിച്ചുമൊക്കെ. ഈ വള്ളങ്ങൾ മീൻപിടുത്തത്തിനുള്ളവയല്ല, യാത്രക്കാരെ കൊണ്ടുപോകുന്ന വള്ളങ്ങളാണ്. ഈശോ വള്ളത്തിന്റെ തലയ്ക്കൽ ഇരിക്കുകയാണ്. ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തത, നീലാകാശം, നീല തടാകം, തടാകത്തിന് ചുറ്റുമുള്ള പച്ച പിടിച്ച തീരം, അതിൽ അവിടവിടെയായി വെളുത്തു കാണുന്ന ഗ്രാമങ്ങൾ. ഈശോ വള്ളത്തിന്റെ പായ്ക്കെട്ടുകൾക്ക് മീതെ ചാരിക്കിടക്കുന്നത് പോലെ തലയ്ക്കൽ ഒറ്റയ്ക്കിരുന്നു. ചിലപ്പോഴെല്ലാം വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നു. വെള്ളത്തിന്റെ ആഴവും ആഴത്തിലെ ജീവികളും ശ്രദ്ധയിൽപ്പെടുന്നത് പോലെ തോന്നുന്നു. തടാകം ഇന്ദ്രനീല കല്ലുകൊണ്ടുള്ള കണ്ണാടി പോലെയുണ്ട്. ശിഷ്യരുടെ സംഭാഷണമൊന്നും ഈശോ ശ്രദ്ധിക്കുന്നതേയില്ല. ഈശോ എന്തിനെക്കുറിച്ചാണാവോ ചിന്തിക്കുന്നത്? പത്രോസ് 2 പ്രാവശ്യം ഈശോയെ വിളിച്ചു. ആദ്യം വിളിച്ചത് വെയിലുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു. കാരണം സൂര്യൻ ആകാശത്തിൽ ഉയർന്നു. വള്ളത്തിന്മേൽ നല്ലവണ്ണം വെയിലടിക്കുന്നു. ചൂടായി തുടങ്ങി. അധികം ചൂട് പിടിച്ചിട്ടില്ലെന്നേയുള്ളൂ. 2ാം പ്രാവശ്യം വിളിച്ചത് മറ്റുള്ളവരെല്ലാം കഴിക്കുന്നത് പോലെ റൊട്ടിയും ചീസും ഈശോയ്ക്കും വേണമോ എന്നന്വേഷിക്കാനാണ്. എന്നാൽ ഈശോയ്ക്ക് വെയിലിൽ നിന്ന് മറയും വേണ്ട, റൊട്ടിയും വേണ്ട. പത്രോസ് പിന്നീട് അലട്ടിയില്ല. വിനോദസഞ്ചാരികളെ ഏതാനും ചെറിയ ബോട്ടുകളും തടാകത്തിൽ നീങ്ങുന്നുണ്ട്. വെൽവെറ്റ് മേൽക്കട്ടികളും മാർദ്ദവമേറിയ കുഷ്യനുകളും ഉള്ള ഈ ബോട്ടുകൾ മുക്കുവരുടെ ബോട്ടുകൾക്ക് വിലങ്ങനെയാണ് വരുന്നത്. ആ ബോട്ടുകളിൽ നിന്ന് അട്ടഹാസവും പൊട്ടിച്ചിരിയും സുഗന്ധവും ഉയർന്നു. ആ ബോട്ടുകൾ നിറയെ സുന്ദരികളായ സ്ത്രീകളും കുറെ റോമാക്കാരും ഏതാനും പലസ്തീനരും കുറച്ച് ഗ്രീക്കുകാരുമാണ്. മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ വാക്കുകളിൽ നിന്നാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത്. നല്ല പോലെ വിളഞ്ഞ ഒലിവിന്റേത് പോലുള്ള തവിട്ട് നിറമാണ് അയാൾക്ക്. ഇറക്കം കുറഞ്ഞ ഒരു ചുവപ്പ് കുപ്പായം അയാൾ ധരിച്ചിരിക്കുന്നു. കുപ്പായത്തിന്റെ വക്കുകളിൽ ഗ്രീക്ക് ചിത്രവേലകൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് മനോഹരമായ ഒരു ബെൽറ്റ്, ഒരു സ്വർണപ്പണിക്കാരന്റെ കലാസൃഷ്ടി. അയാൾ പറയുന്നു, ഹെല്ലാസ് മനോഹരമാണ്, എന്നാൽ എന്റെ പിതൃരാജ്യമായ ഒളിമ്പസിൽ ഇത്ര സുന്ദരമായ നീലിമയും ഈ പൂക്കളും ഇല്ല. ദേവതകൾ അവിടം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോന്നതിൽ അത്ഭുതമില്ല. റോസാപ്പൂക്കളും അനുമോദനങ്ങളും ഗ്രീക്ക് ദേവതകളുടെ മേലല്ല, ഈ യഹൂദ ദേവിമാരുടെ മേൽ വിതറാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ ബോട്ടിലുള്ള സ്ത്രീകളുടെ ദേഹത്ത് സുന്ദരമായ റോസ് ദളങ്ങൾ വിതറുന്നു. അടുത്തുള്ള ബോട്ടിലേക്കും എറിയുന്നു. റോമാക്കാരനായ ഒരാൾ മറുപടി പറയുന്നു, ഗ്രീക്കുകാരനായ നീ പൂ വിതറുക, എന്നാൽ വീനസ് എന്റെ കൂടെയാണ്.
ഞാൻ റോസാപ്പൂക്കൾ വിതറുകയല്ല ചെയ്യുന്നത്, ഞാൻ അവ പെറുക്കുകയാണ്. ഈ സുന്ദരമായ അധരങ്ങളിൽ നിന്നും പെറുക്കുകയാണ്. അവയ്ക്ക് കൂടുതൽ മാധുര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കുനിഞ്ഞ് പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്ന മഗ്ദലായിലെ മേരിയുടെ അധരങ്ങളിൽ ചുംബിക്കുന്നു. തന്റെ സ്വർണ്ണ നിറമുള്ള ശിരസ് റോമാക്കാരന്റെ മടിയിൽ വെച്ച് കുഷ്യനിൽ ചാരിക്കിടക്കുകയാണവൾ. ഇപ്പോൾ ചെറുബോട്ടുകൾ രണ്ട് വലിയ വള്ളങ്ങളുടെ നേരെ മുമ്പിലായി. തുഴയുന്നവരുടെ പരിചയക്കുറവും പെട്ടെന്നുണ്ടായ കാറ്റും നിമിത്തം തമ്മിൽ കൂട്ടിമുട്ടുമെന്ന പതനമായി. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ സൂക്ഷിച്ചുകൊള്ളൂ. പത്രോസ് അപകടം ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് ശക്തിയായി തുഴഞ്ഞ് വള്ളം വെട്ടിക്കാൻ നോക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. പുരുഷന്മാർ പരസ്പരം ശകാരവർഷം നടത്തുന്നു. സ്ത്രീകൾ ഭയപ്പെട്ടു നിലവിളിക്കുന്നു. റോമാക്കാർ ഗലീലിയാക്കാരെ നിന്ദിച്ചു പറയുന്നു. നിങ്ങൾ യഹൂദ പട്ടികൾ, വൃത്തികെട്ടവർ, വഴിയിൽ നിന്ന് മാറിപ്പോകൂ. പത്രോസും മറ്റ് ഗലീലിയക്കാരും ഈ നിന്ദനങ്ങൾക്ക് തക്ക മറുപടി കൊടുക്കുന്നു. കൊത്താൻ നിൽക്കുന്ന കോഴിപ്പൂവനെ പോലെ വള്ളത്തിന്റെ വക്കിൽ കൈകൾ എളിയിൽ കുത്തി നിന്നുകൊണ്ട് അടിക്ക് തിരിച്ചടി കൊടുക്കുന്നു. റോമാക്കാരെയോ ഗ്രീക്കുകാരെയോ യഹൂദന്മാരെയോ യഹൂദ സ്ത്രീകളെയോ ആരെയും ഒഴിവാക്കുന്നില്ല. സ്ത്രീകളെ ഓരോരോ സ്ഥാനപ്പേര് നൽകി അവഹേളിക്കുന്നു. അവയെല്ലാം ഞാൻ വിട്ടുകളയുകയാണ്. വള്ളങ്ങൾ എല്ലാം വിട്ടകലുന്നതുവരെ ഈ കോലാഹലം നീണ്ടു നിൽക്കുന്നു. ഈശോ തന്റെ സ്ഥാനത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. മനസ്സ് വിദൂരത്തിലെവിടെയോ ആണ്. വള്ളങ്ങളെയോ യാത്രക്കാരെയോ ഒന്ന് നോക്കുകയോ ഒരു വാക്ക് പറയുകയോ ചെയ്യുന്നില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ കൈമുട്ടിൽ കുത്തിച്ചാരിയിരുന്നു കൊണ്ട് അകലങ്ങളിലുള്ള തീരങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒരു പൂവ് ഈശോയുടെ നേർക്കും എറിഞ്ഞു. ആരാണ് എറിഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. കാരണം അതെറിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ചിരിക്കുന്ന ശബ്ദം കേട്ടു. എന്നാൽ ഈശോ അനങ്ങുന്നില്ല. പൂവ് ഈശോയുടെ മുഖത്തു കൊള്ളത്തക്കവണ്ണം അടുത്തു വന്നു. അത് താഴെ പലകയിൽ വീണതേ. ദേഷ്യം പിടിച്ച പത്രോസ് അത് ചവിട്ടി ഞെരിച്ചു. ചെറിയ ബോട്ടുകൾ അകന്നു പോകാറായപ്പോൾ മഗ്ദലന എഴുന്നേറ്റ് നിന്ന് പാപത്തിന്റെ കൂട്ടുകാരന്റെ അടയാളമനുസരിച്ച് അവളുടെ സുന്ദരമായ കണ്ണുകൾ ഈശോയുടെ പ്രശാന്തമായ മുഖത്തിന് നേരെ തിരിച്ചു. ഈശോയുടെ മനസ്സ് വളരെ വിദൂരതയിലാണ്. ഈ ലോകത്തിൽ നിന്ന് ആ മനസ്സ് എത്രയോ അകലെയാണ്. നീ എന്നെ പോലെ ഒരു യൂദയാക്കാരനാണല്ലോ, ഒന്ന് പറഞ്ഞേ. സ്വർണ്ണ നിറത്തിൽ മുടിയുള്ള ആ സുന്ദരി ആ റോമാക്കാരന്റെ മടിയിൽ കിടന്ന് സ്വല്പം മുമ്പേ എഴുന്നേറ്റ് നിന്നവൾ ബെഥനിയിലെ ലാസറിന്റെ സഹോദരിയല്ലേ? സൈമൺ, ഒന്ന് പറയൂ, യൂദാസ് കറിയോത്ത ചോദിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ. കനേയനായ സൈമൺ ഒരു താല്പര്യവും കാണിക്കാതെ മറുപടി പറഞ്ഞു. ജീവിക്കുന്നവരുടെ കൂടെ ഞാൻ വന്നിട്ട് കുറച്ചു നാളുകളല്ലേ ആയുള്ളൂ. അവൾ ഒരു യുവതിയാണല്ലോ. ബെഥനിയിലെ ലാസറിനെ നീ അറിയുകയില്ലെന്ന് എന്നോട് പറയാൻ കഴിയുമോ? എനിക്ക് ശരിക്കും അറിയാം. നീ അയാളുടെ സ്നേഹിതനാണെന്നും നീ ഗുരുവിനോടൊത്ത് അവിടെ പോയിട്ടുണ്ടെന്നും. അങ്ങനെയാണെങ്കിൽ എന്താ? അങ്ങനെ ആയതുകൊണ്ട് ലാസറിന്റെ സഹോദരിയായ പാപിനിയെയും നീ അറിയുമായിരിക്കണം. മരിച്ചവർക്ക് പോലും അവളെ അറിയാം. കഴിഞ്ഞ 10 വർഷമായി ആളുകളെല്ലാം അവളെക്കുറിച്ച് പറയുന്നു. യുവത്വം ആരംഭിച്ചതേ അവളുടെ തല തെറിച്ചു തുടങ്ങിയെന്ന്. എന്നാൽ ഇപ്പോൾ 4 വർഷത്തിലേറെയായി നീ മരണത്തിന്റെ താഴ്വരയിലായിരുന്നെങ്കിലും ആ ഉതപ്പ് നീ അറിഞ്ഞു കാണണം. ജെറുസലേം മുഴുവനും അവളെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. ലാസർ ബെഥനിയിൽ തന്നെ സ്വയം അടച്ചുപൂട്ടിയൊരു ജീവിതവും. എന്തായാലും അവൻ ശരിയായിട്ടുള്ളത് ചെയ്തു. സിയോനിലെ അവന്റെ മനോഹരമായ മാളികയിൽ അവളും വരികയും പോകുകയും ചെയ്തിരുന്നതിനാൽ ഒരുത്തരും അവിടെ കാലുകുത്തുകയില്ലെന്നായി. ഞാൻ പറയുന്നത് പരിശുദ്ധരായ ഒരുവനും അവിടെ കയറുകയില്ലായിരുന്നുവെന്നാണ്. നാട്ടിൻപുറത്ത് കൊള്ളാം, അവൾ എപ്പോഴും നാട്ടിലുണ്ട്, പക്ഷേ വീട്ടിലൊരിക്കലും ഇല്ല. അവൾ തീർച്ചയായും ഇപ്പോൾ മഗ്ദലായിലാണ്, ഒരു പുതിയ കാമുകനുമായി. നീ എനിക്കുത്തരം നൽകുകയില്ലേ? ഇത് നുണയാണെന്ന് പറയാൻ കഴിയുമോ? നുണയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മൗനമായിരിക്കുകയാണ് ചെയ്യുന്നത്.
അത് അവൾ തന്നെയാണ്. നീ അവളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവൾ ഒരു കുട്ടിയായിരുന്നപ്പോഴാണ് ഞാൻ അവളെ കണ്ടത്. അന്ന് അവൾ പരിശുദ്ധയായിരുന്നു. ഇപ്പോൾ അവളെ ഞാൻ വീണ്ടും കണ്ടിരിക്കുന്നു. ഞാൻ അവളെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവൾ മദാലസയാണെങ്കിൽ ഒരു വിശുദ്ധ സ്ത്രീയായിരുന്ന അവളുടെ അമ്മയുടെ ജീവിക്കുന്ന പ്രതിരൂപമാണവൾ. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അവൾ നിന്റെ സ്നേഹിതന്റെ സഹോദരിയാണെന്നുള്ളത് നിഷേധിക്കാൻ നീ ഒരുങ്ങിയത്? നമ്മുടെ വ്രണങ്ങളും നമ്മുടെ സ്നേഹിതരുടെ വ്രണങ്ങളും മറച്ചു വയ്ക്കാനാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക, പ്രത്യേകിച്ചും നമ്മൾ സത്യസന്ധതയുള്ള സ്നേഹിതരാകുമ്പോൾ. യൂദാസ് ഒരു കൃത്രിമ ചിരി ചിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ് സൈമണെ, നീ ആത്മാർത്ഥതയുള്ളവനാണ്, പത്രോസ് അഭിപ്രായപ്പെട്ടു. നീ അവളെ മനസ്സിലാക്കിയോ? നീ തീർച്ചയായും മത്സ്യം വിൽക്കാൻ മഗ്ദലായിൽ പോകാറുണ്ടോ? നീ എത്ര പ്രാവശ്യം അവളെ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്റെ കുട്ടി, പകൽ മുഴുവൻ സത്യസന്ധനായി പണിയെടുത്ത് പുറം പൊട്ടിയിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങളിൽ ശ്രദ്ധ വയ്ക്കാനൊന്നും താല്പര്യമുണ്ടാകുകയില്ല. സ്വന്തം ഭാര്യയുടെ വിശുദ്ധമായ കിടക്കയെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഹേയ്, മനോഹരമായ വസ്തുക്കൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. വേറൊരു ഉദ്ദേശമില്ലെങ്കിലും അവയെ ഒന്ന് നോക്കാൻ ആഗ്രഹിക്കാതിരിക്കില്ല. എന്തിന്? എന്റെ മേശയ്ക്കുള്ള ഭക്ഷണമല്ല അത് എന്ന് പറയാനോ? അത് വേണ്ട, തീർച്ചയായും വേണ്ട. ഞാൻ ഈ തടാകത്തിൽ നിന്നും എന്റെ ജോലിയിൽ നിന്നും അനേകം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്: പ്രശാന്തമായ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മത്സ്യം ഉപ്പുവെള്ളത്തിലോ ചുഴിയുള്ള ജലാശയങ്ങളിലോ ജീവിക്കയില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും അവനവന്റെ നില നോക്കി ജീവിക്കണം, അങ്ങനെ ദുർമരണം ഒഴിവാക്കണം എന്നാണ്. നീ മരിക്കുന്നത് പോലുള്ള അനുഭവം മഗ്ദലന നിന്നിൽ ഉളവാക്കിയോ? ഇല്ല, ഞാൻ കട്ടിയുള്ളയാളാണ്. എന്നാൽ എന്നോട് പറയൂ, നിനക്കെന്താ, സുഖമില്ലേ? ഒരുപക്ഷേ ഞാനോ? ഓ, ഞാൻ അവളെ നോക്കുക പോലും ചെയ്തില്ല. നീ കള്ളൻ, എനിക്കറിയാം. നിന്നിൽ അസൂയ നിറഞ്ഞു, അത് നിന്നെ ദഹിപ്പിക്കുന്നു. അവളോട് കുറെ കൂടി അടുത്തായിരുന്ന ഈ വള്ളത്തിൽ യാത്ര ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്തിട്ട് നീ അവളോട് കൂടുതൽ അടുത്തായിരിക്കാൻ എന്നോടും കുറെ കൂടെ സഹിഷ്ണുത കാണിക്കുമായിരുന്നു. ഇപ്പോൾ കുറെ ദിവസങ്ങളായല്ലോ നീ എന്നോട് സംസാരിച്ചിട്ട്. അവൾ നിമിത്തമാണ് എന്നോട് ഇന്ന് സംസാരിച്ച് എന്നെ നീ ബഹുമാനിക്കുന്നത്. എന്നെയോ? അവൾ എന്നെ കാണുക പോലും ചെയ്യുമായിരുന്നില്ല. അവൾ എപ്പോഴും ഗുരുവിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഹഹഹ. എന്നിട്ട് അവൻ പറയുന്നു അവളെ അവൻ നോക്കുക പോലും ചെയ്തില്ലെന്ന്. അവളെ നീ നോക്കിയില്ലെങ്കിൽ അവൾ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് നീ എങ്ങനെ കാണും? പത്രോസിന്റെ സംസാരം കേട്ട് അവരെല്ലാവരും ചിരിക്കുന്നു. യൂദാസും ഈശോയും തീക്ഷ്ണമതിയായ ശെമയോനും ചിരിക്കുന്നില്ല. ഈശോ ഇവരുടെ സംഭാഷണം കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സംഭാഷണത്തിന് വിരാമമിടാൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. പത്രോസേ, അതാണോ തിബേരിയാസ്? അതെ ഗുരു, അത് തന്നെ. ഞാനിപ്പോൾ വള്ളം അടുപ്പിക്കാം. വരട്ടെ, ആ ചെറിയ ഉൾക്കടലിൽ കുറച്ചുനേരം നിർത്താമോ? നിങ്ങളോട് തന്നെ അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവിടുത്തെ ആഴം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. പത്രോസ് നീളമുള്ള ഒരു കഴുക്കോൽ വെള്ളത്തിൽ താഴ്ത്തി ആഴം നോക്കിയ ശേഷം വള്ളം ക്രമേണ തീരത്തേക്ക് നീക്കുന്നു. നിർത്താമല്ലോ ഗുരു, നമുക്ക് കൂടെ തീരത്തോട് അടുത്തു പോകാം. പോകാവുന്നിടത്തോളം പോയിക്കൊള്ളുക. അവിടെ തണലും ഏകാന്തതയുമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പത്രോസ് തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നു. കരയിലേക്ക് ഏകദേശം 15 മീറ്റർ അകലമേയുള്ളൂ. ഇപ്പോൾ നമുക്ക് നിർത്താം. നിർത്തിക്കൊള്ളൂ. എന്നിട്ട് അടുത്തു വരാവുന്നിടത്തോളം അടുത്തു വരിക. വന്ന് ശ്രദ്ധിക്കുക. ഈശോ ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു വള്ളത്തിന്റെ മധ്യത്തിൽ വന്നിരുന്നു. വിലങ്ങനെ വച്ചിരിക്കുന്ന ഒരു പലകപ്പുറത്താണിരിക്കുന്നത്. മറ്റേ വള്ളം ഇവരുടെ മുമ്പിലാണ്. ഈ വള്ളത്തിലുള്ള എല്ലാവരും ഈശോയുടെ ചുറ്റും അടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ സംഭാഷണങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത, സ്വന്തം ശിഷ്യരുടെ കാര്യങ്ങൾ വേണ്ടവിധം അന്വേഷിക്കാത്ത ഒരു ഗുരുവാണ് ഞാനെന്ന് നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം. എന്റെ ആത്മാവ് ഒരു നിമിഷത്തേക്ക് പോലും നിങ്ങളെ പിരിയുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. പലതരം രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന
രോഗമെന്തെന്ന് ഇതുവരെ നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു രോഗിയെ വൈദ്യൻ എങ്ങനെ പഠിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈദ്യന് ആ രോഗിയുടെ മേൽ എപ്പോഴും ശ്രദ്ധയുണ്ട്. അയാൾ സന്ദർശിച്ചതിന് ശേഷവും ശ്രദ്ധിക്കുന്നു. രോഗി ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും രാവിലെയും വൈകിട്ടും അയാൾ സംസാരിക്കുമ്പോഴും മൗനമായിരിക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുന്നു. കാരണം ഓരോ ലക്ഷണവും രോഗമെന്തെന്ന് വിവേചിക്കാനും ചികിത്സ നിർണയിക്കാനും അയാളെ സഹായിക്കും. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോടും ചെയ്യുന്നത്. അദൃശ്യമായ എന്നാൽ എന്നിലേക്ക് ചേർത്ത് ഒട്ടിച്ചിരിക്കുന്ന സചേതനമായ നൂലുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ എന്നിലേക്ക് ബന്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഹത്തിന്റെ നേരിയ ചലനങ്ങൾ പോലും ഈ നൂലുകൾ എന്നിലേക്ക് കടത്തിവിടുന്നു. ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കി വിടാൻ മനസ്സായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അത് വിശ്വസിക്കണം. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെളിപ്പെടും. ടീച്ചർ കാണാത്തപ്പോൾ സ്കൂൾ കുട്ടികളും നോട്ടക്കാരാരുമില്ലാത്തപ്പോൾ മാനസിക രോഗികളും പ്രവർത്തിക്കുന്നത് പോലെയായിരിക്കും അത്. പല ആളുകൾ ചേർന്ന ഒരു ഗണമാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഒരൊറ്റ കേന്ദ്രബിന്ദുവായിരിക്കണം. നിങ്ങൾ ഒന്നാണ്, ഒരു ശരീരം പോലെ രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നവർ. അതിനെ ഒരു കുറവുമില്ലാത്ത പരിപൂർണമായ ഒന്നാക്കണമെങ്കിൽ അതിലെ വ്യക്തികളുടെ രീതിയിൽ പഠിക്കണം. അവ മിക്കവാറും നല്ലത് തന്നെയാണ്. അതിനെ രൂപീകരിക്കണം, ഒരുമിപ്പിക്കണം, മിനുസപ്പെടുത്തണം, എല്ലാ വശങ്ങളും വളർത്തി വലുതാക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തായി തീരേണ്ടവരാണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അതാണ് നിങ്ങൾ ആയിത്തീരേണ്ടത്. ഭൂമിയുടെ ഉപ്പ് മാംസം ചീഞ്ഞു പോകാതിരിക്കാൻ ഉപ്പിട്ട് സൂക്ഷിക്കുന്നു. അങ്ങനെ തന്നെ വേറെ പല ഭക്ഷണ സാധനങ്ങളും ഉപ്പ് ചേർത്ത് ചീത്തയാകാതെ സൂക്ഷിക്കുന്നു. എന്നാൽ ഉപ്പിന് ഉപ്പുരസമില്ലെങ്കിൽ ഉപ്പിടാൻ അത് ഉപയോഗിക്കാൻ കഴിയുമോ? നിങ്ങളെക്കൊണ്ട് ലോകത്തെ ഉപ്പിട്ട് സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവികമായ സ്വർഗീയമായ ഒരു രുചി അതിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ തന്നെ രുചികെട്ടവരാണെങ്കിൽ നിങ്ങൾക്കെങ്ങനെ രുചി നൽകാൻ കഴിയും? സ്വർഗീയമായ രുചി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന്റെ കാരണമെന്താണ്? മാനുഷിക രീതികളാണ് കാരണം. സമുദ്രജലം, ശരിക്കുള്ള കടലിലെ വെള്ളം കുടിക്കാൻ തീരെ കൊള്ളുകയില്ലാത്ത വിധം ഉപ്പുരസമുള്ളതാണ്, അല്ലേ? എങ്കിലും ഒരു വലിയ ജഗ് നിറയെ ശുദ്ധജലമെടുത്ത് അതിൽ 1 കപ്പ് സമുദ്രജലം ചേർത്താൽ അത് കുടിക്കാൻ കഴിയും. സമുദ്രജലത്തിന്റെ കയ്പേറിയ ഉപ്പുരസം ശുദ്ധജലത്തിൽ അലിഞ്ഞ് നേരിയതായിത്തീരുന്നു. മനുഷ്യരാശി ശുദ്ധജലവും നിങ്ങൾ സ്വർഗീയമായ ഉപ്പുമാണ്. വീണ്ടും സമുദ്രത്തിൽ നിന്ന് ഒരു ചെറിയ അരുവിയെ ഈ ശുദ്ധജല തടാകത്തിലേക്ക് കടത്തിവിടുന്നുവെന്ന് സങ്കൽപ്പിക്കുക. ആ അരുവി പിന്നീട് തിരിച്ചറിയാൻ കഴിയുമോ? ഇല്ല. ആ കൊച്ചരുവി ശുദ്ധജലത്തിൽ കലർന്നു ചേർന്ന് കാണാതാകുന്നു. ഇതുപോലെയായിരിക്കും മനുഷ്യ മഹാസമുദ്രത്തിൽ നിങ്ങളുടെ പ്രേഷിതത്വം വഴി നിങ്ങൾ മുങ്ങിത്താണു കഴിയുമ്പോൾ. നിങ്ങൾ മനുഷ്യരാണ്, എനിക്കറിയാം. ഞാൻ ആരാണ്? സാധ്യമായ എല്ലാ ശക്തികളും ഉള്ളവനാരോ അവനാണ് ഞാൻ. ഞാൻ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ വിളിച്ച ശേഷം ഇതുപോലുള്ള ശക്തി നിങ്ങളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാനുഷികമായ സ്വാധീനതകളുടെയും വികാരങ്ങളുടെയും തിരത്തള്ളലിൽ നിങ്ങൾ അത് ശിഥിലമാക്കുന്നെങ്കിൽ ഈ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിപ്പിക്കുന്നതുകൊണ്ട് എന്തുപകാരമാണുണ്ടാവുക? നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമായിരിക്കണം. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാൻ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു പോയി കഴിയുമ്പോൾ തുടർന്ന് ലോകത്തെ പ്രകാശിപ്പിക്കാൻ ജനതകളുടെ ഇടയിലുള്ള ദൈവത്തിന്റെ പ്രകാശമായ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്നാൽ നിങ്ങൾ പുക പിടിച്ച് കെട്ടുപോയ ദീപങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പ്രകാശം നൽകാൻ കഴിയുമോ? ശരിക്കും കെട്ടുപോയ ഒരു തിരിയേക്കാൾ കഷ്ടമാണ് കത്തുകയും കെടുകയും ഇല്ലാത്ത പുക. മനുഷ്യഹൃദയങ്ങളിൽ അവശേഷിക്കുന്ന നേരിയ പ്രകാശത്തെ പോലും നിങ്ങൾ മറച്ചു കളയും. ഓ, ദൈവത്തെ അന്വേഷിച്ച് അപ്പസ്തോലന്മാരുടെ പക്കൽ വരുന്നവർക്ക് പ്രകാശത്തിന് പകരം പുകയാണ് ലഭിക്കുന്നതെങ്കിൽ
അവരുടെ സ്ഥിതി എത്ര കഷ്ടതരമായിരിക്കും. അത് അവർക്ക് ഇടർച്ചയും മരണവുമായിരിക്കും. എന്നാൽ അർഹതയില്ലാത്ത പ്രേഷിതൻ ശപിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടും. നിങ്ങളുടെ സ്ഥാനം വളരെ മഹത്തായതാണ്, അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു അർപ്പണവുമാണ്. എന്നാൽ ഓർത്തുകൊള്ളുക, കൂടുതൽ സ്വീകരിച്ചവർ കൂടുതൽ കൊടുക്കാൻ കടപ്പെടുന്നു. നിങ്ങൾക്കാണ് ഏറ്റവും അധികം ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ച പരിശീലനവും വരങ്ങളും വളരെയേറെയാണ്. നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാനാണ്, ദൈവവചനമായ ഞാൻ. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ശിഷ്യരായിരിക്കാനുള്ള വരവും ലഭിച്ചിരിക്കുന്നു. അതായത് ദൈവപുത്രന്റെ പിന്തുടർച്ചക്കാരാകാനുള്ള വിളി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തന്നെ ശരിക്ക് പരിശോധിച്ച് അളന്നു നോക്കണം. എന്നിട്ട് ആർക്കെങ്കിലും ഒരു വിശ്വാസി ആയിരിക്കാൻ മാത്രമേ തന്നെക്കൊണ്ട് കഴിയൂ എന്ന് തോന്നുന്നെങ്കിൽ, ആർക്കെങ്കിലും തന്നെക്കുറിച്ച് തന്നെ അനുതപിക്കാത്ത ഒരു പാപിയാണെന്ന് വിചാരമുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ. തനിക്ക് ഒരു വിശ്വാസിയായിരിക്കാൻ മാത്രമേ കഴിയൂ എന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ, ഒരു അപ്പസ്തോലനാകാനുള്ള മനസ്സിന്റെ ശക്തി ലഭിക്കുന്നില്ലെങ്കിൽ അവൻ പിന്മാറട്ടെ. ലോകം എത്ര വിശാലം, സുന്ദരം, മതിയായത്! അതിനെ സ്നേഹിക്കുന്നവർക്ക് വിവിധത്വം, പുഷ്പങ്ങളും ഫലങ്ങളും ആമാശയത്തിനും ഇന്ദ്രിയങ്ങൾക്കും ആവശ്യമായവയെല്ലാം ലഭിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രം തരുന്നു, അതായത് വിശുദ്ധി. ഭൂമിയിൽ അത് ഏറ്റവും നിസ്സാരവും ദരിദ്രവും പരിപരിപ്പുള്ളതും കഠിനമുള്ളതും മുള്ളുകൾ നിറഞ്ഞതുമായി പരിഗണിക്കപ്പെടുന്നു. ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്നതും അത് തന്നെ. എന്നാൽ സ്വർഗത്തിലാവട്ടെ അതിന്റെ നിസ്സാരത വലിയ വലിപ്പമായും ദാരിദ്ര്യം വലിയ സമ്പത്തായും മുള്ളുകൾ പുഷ്പവിരിപ്പായും പരിപരിപ്പ് മൃദുലതയായും പീഡനങ്ങൾ സമാധാനവും സൗഭാഗ്യവുമായും രൂപാന്തരപ്പെടുന്നു. എന്നാൽ ഇവിടെ ഒരു വിശുദ്ധനാകുക എന്നത് വീരോചിതമായ അധ്വാനമാണ്. ഇതെല്ലാമാണ് എനിക്ക് തരാനുള്ളത്. എന്റെ കൂടെ താമസിക്കാൻ നിങ്ങൾക്ക് മനസ്സാണോ? താമസിക്കാൻ പറ്റാത്തതുപോലെ തോന്നുന്നില്ലേ? ഓ, അത്ഭുതപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട. ഈ ചോദ്യം പല പ്രാവശ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, എന്റെ ഹൃദയം കേണുകൊണ്ടാണ് അത് ചോദിക്കുന്നതെന്ന്. കാരണം നിങ്ങളുടെ വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രതികരണവുമില്ലെന്നത് എന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങളുടെ മനസാക്ഷിയെ നിങ്ങൾ പരിശോധിക്കുക. പരമാർത്ഥതയോടെ ആത്മാർത്ഥതയോടെ വിധിക്കുക. പിന്നീട് മനസ്സുറപ്പിക്കുക. ഒരു തത്വവുമില്ലാത്തവരെ പോലെയാകരുത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തീരുമാനമെടുക്കുക. എന്നിട്ട് പോകുന്നെങ്കിൽ പറയുക, ഗുരു, സ്നേഹിതരെ, ഈ ജീവിതം എനിക്കുള്ളതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ചുംബിച്ചുകൊണ്ട് ഞാൻ വിട ചോദിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമേ. ഇങ്ങനെ പോകുന്നതാണ് വഞ്ചനയേക്കാൾ ഭേദം. നിങ്ങൾ എന്തറിയുന്നു? ആരെ വഞ്ചിക്കുന്നു? ആരെ? എന്നെ, എന്റെ മൂല്യങ്ങളെ, അതായത് ദൈവത്തിന്റെ കാര്യങ്ങളെ. കാരണം ഞാൻ പിതാവുമായി ഒന്നാണ്. പിന്നെ നിങ്ങളെ തന്നെയും വഞ്ചിക്കുന്നു. നിങ്ങൾക്ക് യഹൂദരായി തുടരണമോ? നിങ്ങൾ വ്യത്യസ്തരായി തീരണമെന്ന് ഞാൻ നിർബന്ധിക്കുകയില്ല. എന്നാൽ ഒറ്റുകൊടുക്കരുത്. നിങ്ങളുടെ ആത്മാക്കളെ ഒറ്റുകൊടുക്കരുത്. ക്രിസ്തുവിനെയും ദൈവത്തെയും ഒറ്റിക്കൊടുക്കരുത്. ഞാൻ ശപഥം ചെയ്ത് പറയുന്നു, ഞാനോ എന്നോട് വിശ്വസ്തരായിരിക്കുന്നവരോ നിങ്ങളെ വിമർശിക്കുകയോ വിശ്വസ്തരായ ജനക്കൂട്ടം നിങ്ങളെ നിന്ദിക്കാൻ അനുവദിക്കുകയോ ഇല്ല. അല്പസമയം മുമ്പ് നിങ്ങളുടെ സഹോദരരിൽ ഒരാൾ ഒരു വലിയ കാര്യം പറഞ്ഞു. നമ്മൾ എപ്പോഴും നമ്മുടെ വ്രണങ്ങളും നമുക്ക് പ്രിയപ്പെട്ടവരുടെ വ്രണങ്ങളും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നവർ ഒരു വ്രണം പോലെയാണ്. അപ്പസ്തോല സമൂഹമാകുന്ന ശരീരത്തിൽ അത് വളർന്ന ശേഷം ക്യാൻസർ വ്രണമായി അറ്റുപോകുന്നു. ആകെ ചീഞ്ഞതായതുകൊണ്ട് അത് നീങ്ങുന്നു. എന്നാൽ അതിന്റെ സ്ഥാനത്ത് ഒരു കല അവശേഷിക്കും. അത് എല്ലാവരും കൂടി മൂടിക്കും. അരുത്, കരയരുത്. ഭേദപ്പെട്ടവരായ നിങ്ങൾ കരയേണ്ട.
എനിക്ക് നിങ്ങളോട് ഒരു വിഷമവും ഇല്ല. നിങ്ങൾ എത്ര മന്ദഗതിക്കാരാണെന്ന് കണ്ട് ഞാൻ അക്ഷമനാകുന്നുമില്ല. നിങ്ങളെ ഇപ്പോൾ തിരഞ്ഞെടുത്തതല്ലേയുള്ളൂ. നിങ്ങൾ പൂർണ്ണരായിരിക്കണമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. ഇനി കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും ഒരേ കാര്യം തന്നെ 100 പ്രാവശ്യം 200 പ്രാവശ്യം ആവർത്തിച്ച് പറയേണ്ടി വന്നാലും അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന് കണ്ടാൽ തന്നെയും നിങ്ങളിൽ നിന്ന് പൂർണ്ണത ഞാൻ ആവശ്യപ്പെടുകയില്ല. അല്ല, ശ്രദ്ധിക്കൂ, കുറെ വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഇപ്പോഴത്തേക്കാൾ തീക്ഷ്ണത കുറഞ്ഞവരായിരിക്കും. കാരണം നിങ്ങൾ ശിഷ്യത്വത്തിൽ വെറും ആരംഭകർ മാത്രമാണല്ലോ. ജീവിതം അങ്ങനെയാണ്. മനുഷ്യർ അങ്ങനെയാണ്. ആദ്യത്തെ ചാട്ടം കഴിയുമ്പോൾ തീക്ഷ്ണത നഷ്ടപ്പെടുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ശപഥം ചെയ്ത് പറയുന്നു, ഈശോ ചാടി എണീറ്റ്, ഞാൻ വിജയിക്കും. സ്വാഭാവികമായ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ശുദ്ധീകൃതരായി സ്വഭാവാതീതമായ വരങ്ങളുടെയും ദാനങ്ങളുടെയും സമ്മിശ്ര ഫലമായി സ്ഥിരീകരിക്കപ്പെട്ടവരായി നിങ്ങളിൽ കൂടുതൽ നല്ലവരായവർ എന്റെ വീരപുരുഷന്മാരായിത്തീരും. ക്രിസ്തുവിന്റെ വീരപുരുഷന്മാർ, സ്വർഗത്തിന്റെ വീരപുത്രന്മാർ. നിങ്ങളുടെ പൗരോഹിത്യത്തിന്റെ രാജത്വത്തോട് തുലനം ചെയ്യുമ്പോൾ സീസർമാരുടെ ശക്തി വെറും ധൂളി സമാനമായിരിക്കും. ഗലീലിയായിലെ സാധു മുക്കുവന്മാരായ നിങ്ങൾ, ഒട്ടും അറിയപ്പെടാത്ത യൂദയാക്കാരായ നിങ്ങൾ, ഇന്നത്തെ ജനസമൂഹത്തിൽ വെറും എണ്ണമായി മാത്രം കരുതപ്പെടുന്ന നിങ്ങൾ വളരെ പ്രസിദ്ധരാകും. സീസറിനേക്കാൾ സ്തുതിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും. ലോകത്തിലുണ്ടായതും ഇനി ഉണ്ടാകാൻ പാടുള്ളതുമായ എല്ലാ സീസർമാരെയുംകാൾ നിങ്ങൾ ബഹുമാനിക്കപ്പെടും. അടുത്ത ഭാവിയിൽ തന്നെ നിങ്ങൾ അറിയപ്പെടും, സ്തുതിക്കപ്പെടും. വരാനിരിക്കുന്ന യുഗങ്ങളിലും ലോകാന്ത്യം വരെയും നിങ്ങൾ വാഴ്ത്തപ്പെടും. ഇത്ര ഉദാത്തമായ സ്ഥാനത്തേക്കാണ് നിങ്ങളെ ഞാൻ നിയമിക്കുന്നത്. കാരണം നിങ്ങൾ ഹൃദയ പരമാർത്ഥതയോടെ മനസ്സാകുന്നവരാണ്. നിങ്ങളുടെ പ്രേഷിത ദൗത്യത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് ഇപ്പോൾ ഞാൻ പറയാം. കാരണം നിങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാനത്തിന് നിങ്ങൾ യോജിച്ചവരാകണമല്ലോ. എപ്പോഴും ഉണർവുള്ളവരായി ഒരുങ്ങിയിരിക്കുവിൻ. അരമുറുക്കി വിളക്കും തെളിച്ച് കാത്തിരിക്കുവിൻ. ഏത് നിമിഷത്തിലും സ്ഥലം വിടത്തക്ക വിധം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളിനെ ഓടിച്ചെന്ന് അഭിവാദനം ചെയ്യത്തക്ക വിധം ഒരുങ്ങിയിരിക്കുവിൻ. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന വിശ്രമം എന്തെന്നറിയാത്ത തീർത്ഥാടകരാണ് നിങ്ങൾ. എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. മരണം കെടുത്തിക്കളയുന്ന നാൾ വരെ നിങ്ങൾ നിങ്ങളുടെ വിളക്കുകൾ തെളിച്ച് ഉയർത്തിപ്പിടിക്കുക. ക്രിസ്തുവിന്റെ ആലയിലേക്ക് കടന്നു വരുന്നവർക്ക്, തെറ്റിയ വഴിയിൽ നിന്നും തിരിച്ചു വരുന്നവർക്ക് മാർഗം കാട്ടിക്കൊടുക്കുക. ഇപ്രകാരമുള്ള സേവനത്തിന് നിങ്ങളെ നിയമിച്ചാക്കിയ നിങ്ങളുടെ ഗുരുവിനോട് നിങ്ങൾ വിശ്വസ്തതയുള്ളവരായിരിക്കുവിൻ. എപ്പോഴും ഉണർവുള്ളവനായി കാണപ്പെടുന്ന ഭൃത്യന് യജമാനൻ പ്രതിഫലം നൽകും. മരണം വരുന്ന സമയം അവൻ കൃപാവരത്തിലായിരിക്കും. ഒരുത്തർക്കും ഇങ്ങനെ പറയാൻ പറ്റുകയില്ല, ഇങ്ങനെ പറയുകയും അരുത്, എനിക്ക് ചെറുപ്പമാണ്, എനിക്ക് അത് ചെയ്യാനും ഇത് ചെയ്യാനുമൊക്കെ നേരമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഗുരുവിനെക്കുറിച്ചും എന്റെ മരണത്തെക്കുറിച്ചും എന്റെ ആത്മാവിനെക്കുറിച്ചുമെല്ലാം ആലോചിക്കും. പ്രായം ചെന്നവരെ പോലെ തന്നെ ചെറുപ്പക്കാരും മരിക്കുന്നു, ദുർബലരായവരെ പോലെ ശക്തന്മാരും മരിക്കുന്നു. വൃദ്ധരും യുവാക്കളും ശക്തരും ദുർബലരും ഒരുപോലെ പ്രലോഭനങ്ങളാൽ ആക്രമിക്കപ്പെടുന്നു. സൂക്ഷിക്കുവിൻ, കാരണം ശരീരം മരിക്കുന്നതിനു മുമ്പ് ആത്മാവ് മരിക്കാൻ പാടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാതെ തന്നെ ചീഞ്ഞളിഞ്ഞ ഒരാത്മാവിനെ ആയിരിക്കാം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുക. ആത്മാവിന്റെ മരണം കാണാൻ കഴിയാത്ത വിധം അദൃശ്യമാണ്. ഒരു പുഷ്പത്തിന്റെ മരണം പോലെയാണത്. കരച്ചിലില്ല, ബോധക്കേടില്ല. ക്ഷീണിച്ച പുഷ്പദളം പോലെ അത് അതിന്റെ ജ്വാല ചായ്ച്ച് കെട്ടുപോകുന്നു. പിൽക്കാലത്ത്, ചിലപ്പോൾ വളരെ കാലം കഴിഞ്ഞ്, ചിലപ്പോൾ ഉടനെ തന്നെ, പുഴുക്കൾ അരിക്കുന്ന ഒരു ശവത്തെയാണ് ഞാൻ ചുമക്കുന്നതെന്ന് ശരീരം മനസ്സിലാക്കുന്നു. ഭയം കൊണ്ട് അതിന് ഭ്രാന്ത് പിടിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ബന്ധം ഒഴിവാക്കാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ ഒന്നും ഒഴിവാകുന്നില്ല. പുഴുക്കൾ അരിക്കുന്ന ആത്മാവുമായി അത് ചെന്ന് വീഴുന്നത് ഗഹന്നായിലെ സർപ്പക്കൂട്ടത്തിന്റെ പുറത്തേക്കാണ്. ദല്ലാളുകളെ പോലെ കപടഭാഷണം നടത്തുന്നവരാകരുത് നിങ്ങൾ.
തരം താണ അഭിഭാഷകരെ പോലെ ഇരുഭാഗക്കാരോടും ചേർന്ന് പറയുന്നവരാകരുത്. രാഷ്ട്രീയക്കാരെ പോലെയും ആകരുത്. ആ മനുഷ്യരെയും ഈ മനുഷ്യനെയുമെല്ലാം സ്നേഹിതൻ എന്ന് വിളിക്കുന്ന ഇവർ രണ്ടുപേരുടെയും ശത്രുവാണ് താനും. നിങ്ങൾ രണ്ടു തരത്തിൽ പെരുമാറരുത്. ദൈവത്തെ പരിഹസിക്കാനോ ചതിക്കാനോ നിങ്ങൾക്ക് കഴിയുകയില്ല. ദൈവത്തോട് വർത്തിക്കുന്നത് പോലെ മനുഷ്യരോടും വർത്തിക്കുക. കാരണം മനുഷ്യനോടുള്ള നിന്ദ ദൈവത്തോടുള്ള നിന്ദയാണ്. മനുഷ്യർ നിങ്ങളെ എങ്ങനെ പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അതുപോലെ ദൈവസന്നിധിയിലും ആയിരിക്കാൻ ഇടയാകട്ടെ. എളിയവരായിരിക്കുക. നിങ്ങളുടെ ഗുരു അങ്ങനെയല്ല എന്ന് കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കയില്ല. ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുക. എളിമയും ശാന്തതയും ക്ഷമയുമുള്ളവരായിരിക്കുക. അങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത്. അക്രമം കൊണ്ടോ ശക്തിപ്രയോഗം കൊണ്ടോ അല്ല, നിങ്ങളുടെ ദുർഗുണങ്ങൾക്കെതിരെ ശക്തരായിരിക്കുക. ആക്രമണം നടത്തുക. ചങ്കു പൊട്ടുമെങ്കിൽ തന്നെയും അവയെ വേരോടെ പിഴുതുമാറ്റുക. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കണ്ണുകളുടെ മേൽ സൂക്ഷ്മമുണ്ടായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭോഗാസക്തിയുള്ളവരായി തീരുന്നതിനേക്കാൾ നല്ലത് ദുരാഗ്രഹമുള്ള കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അന്ധരായി തീരുന്നതാണ്. ആത്മാർത്ഥതയുള്ളവരായിരിക്കുക. ഞാനാണ് സത്യം. ഉന്നതങ്ങളായവയിലും മാനുഷികങ്ങളായവയിലും ഞാനാണ് സത്യം. നിങ്ങളും എന്റെ അടുത്തോ നിങ്ങളുടെ സഹോദരങ്ങളോടോ നിങ്ങളുടെ അയൽക്കാരോടോ എന്തിനാണ് വഞ്ചന കാണിക്കുന്നത്? മനുഷ്യരെ ചതിക്കുന്നത് എന്തിന്? ഞാൻ കള്ളം പറയുന്ന ഒരു മനുഷ്യനാണ് എന്ന് മനുഷ്യർ കണ്ടുപിടിക്കാൻ ഇടയാകരുത് എന്ന് നിങ്ങൾക്ക് സ്വയം പറയാനാകാത്തത് എന്തുകൊണ്ട്? ദൈവത്തോട് പരമാർത്ഥതയോടെ വർത്തിക്കുക. നീണ്ട പ്രാർത്ഥനാ പ്രകടനം കൊണ്ട് ദൈവത്തെ വഞ്ചിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഓ പാവമക്കൾ, ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ള് കാണുന്നു. നന്മ ചെയ്യുന്നതിൽ ചാരിത്ര്യമുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. ഭിക്ഷ നൽകുമ്പോഴും അങ്ങനെ ആയിരിക്കാൻ ശ്രമിക്കുക. ചുങ്കക്കാരനായ ഒരു മനുഷ്യന് അയാളുടെ മാനസാന്തരത്തിന് മുമ്പ് അത് അറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾക്കതിന് കഴിവില്ലേ? അതെ, ഞാൻ നിന്നെ സ്തുതിക്കുകയാണ് മത്തായി. നിന്റെ ആഴ്ചതോറും ഉണ്ടായിരുന്ന പരിശുദ്ധമായ ദാനം പിതാവും ഞാനും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അതിന്റെ ദാതാവ് നീയാണെന്ന്. നിന്നെ ഞാൻ ഒരു മാതൃകയാക്കി പറയുകയാണ്. അതും ഒരു തരത്തിലുള്ള ചാരിത്ര്യമാണ്. സ്നേഹിതരെ, യൗവനത്തിലെത്തിയ പുത്രിയെ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വച്ച് വസ്ത്രം മാറ്റാൻ നിങ്ങൾ അനുവദിക്കാത്തതുപോലെ നിങ്ങളുടെ നന്മയെ നിങ്ങൾ വെളിവാക്കരുത്. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ കന്യകകളായിരിക്കണം. ഒരു സൽപ്രവൃത്തി കന്യകയായി തീരുന്നത് അഹങ്കാരത്തിന്റെ പ്രേരണയിൽ നിന്നും അഹങ്കാരത്തിന്റെയും സ്വയം പുകഴ്ചയുടെയും എല്ലാ ചിന്തകളിൽ നിന്നും അത് സ്വതന്ത്രമായിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ വിളിയിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. രണ്ട് യജമാനന്മാരെ ഒരേ സമയം സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കയില്ല. ഒരു വിവാഹ കിടക്കയ്ക്ക് രണ്ട് വധുക്കളെ ഒരേ സമയം വഹിക്കാൻ കഴിയുകയില്ല. ദൈവത്തിനും പിശാചിനും ആലിംഗനം നൽകാൻ നിനക്ക് കഴിയുകയില്ല. മനുഷ്യനാകട്ടെ ദൈവത്തിനാകട്ടെ പിശാചിനാകട്ടെ ചെയ്യാൻ കഴിയും. സ്വർണത്തിനു വേണ്ടിയും ജഡത്തിനു വേണ്ടിയുമുള്ള മോഹത്തെ വെറുക്കുക. മാംസത്തിനായുള്ള ദുരാഗ്രഹവും അധികാരമോഹവും വർജിക്കുക. സാത്താൻ ഇതാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓ ചതി നിറഞ്ഞ അവന്റെ സ്വത്തുക്കൾ! ബഹുമാനം, വിജയം, അധികാരം, സമ്പത്ത്, അശുദ്ധതയുടെ വിലക്ഷണ ചിന്തകൾ. നിങ്ങളുടെ ആത്മാക്കളാണ് അവിടുത്തെ അംഗീകൃത നാണയം. അല്പം കൊണ്ടും നിങ്ങൾ തൃപ്തരാകുക. നിങ്ങൾക്ക് ആവശ്യമായവ ദൈവം തരുന്നു, അത് മതി. ആകാശത്തിലെ പറവകൾക്കെന്ന പോലെ നിങ്ങൾക്കും അവിടുന്ന് തരുന്നു. നിങ്ങൾ പക്ഷികളേക്കാൾ എത്രയോ വില കൂടിയവരാണ്. എന്നാൽ മിതത്വവും ദൈവാശ്രയത്വവും അവിടുന്ന് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അവനെ നിങ്ങൾ ആശ്രയിച്ചാൽ അവൻ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. നിങ്ങൾ മിതത്വമുള്ളവരാണെങ്കിൽ അനുദിനം അവിടുന്ന് ദാനമായി നൽകുന്നത് നിങ്ങൾക്ക് മതിയാകും. പേരിന് മാത്രം ദൈവത്തിൻ്റെതായിരിക്കുന്ന അവിശ്വാസികളാകാതിരിക്കാൻ ശ്രമിക്കുക. ദൈവത്തെക്കാൾ അധികമായി സ്വർണത്തെയും അധികാരത്തെയും സ്നേഹിച്ച് കുട്ടിദേവന്മാരാകാൻ ആഗ്രഹിക്കുന്നവരും
അവിശ്വാസികളാണ്. നിങ്ങൾ പരിശുദ്ധരായിരിക്കുക. അപ്പോൾ നിത്യകാലത്തേക്ക് നിങ്ങൾ ദൈവത്തെ പോലെയായിരിക്കും. അസഹിഷ്ണുക്കളാകരുത്. നിങ്ങളെല്ലാവരും പാപികളായതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നോ അതുപോലെ മറ്റുള്ളവരോട് നിങ്ങൾ ചെയ്യുക. അതായത് കാരുണ്യത്തോടും തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും പെരുമാറുക. വിധിക്കരുത്. ഓ, വിധിക്കരുത്. നിങ്ങൾ എന്നോടുകൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ തന്നെയും നിങ്ങൾ കാണുന്നില്ലേ, ചിലർ തെറ്റായി എന്നെ വിധിക്കുകയും ഞാൻ നിർദോഷിയായിരുന്നിട്ടും ഇല്ലാത്ത പാപങ്ങൾക്കായി എന്നെ കുറ്റം പറയുകയും ചെയ്യുന്നത്. തെറ്റായ വിധി ഒരു ഉപദ്രവമാണ്. യഥാർത്ഥ വിശുദ്ധർ മാത്രമേ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാതിരിക്കുകയുള്ളൂ. അതിനാൽ ഉപദ്രവം ഉണ്ടാകാതിരിക്കുന്നതിന് ആരെയും ഉപദ്രവിക്കരുത്. അങ്ങനെ നിങ്ങളുടെ ചുമതലകളിൽ നിങ്ങൾ വീഴ്ച വരുത്തുകയില്ല. അങ്ങനെ ഉപദ്രവിക്കുകയോ പിശാചിന്റെ ശത്രുവായ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ പരിശുദ്ധമായ എളിമയ്ക്കോ ചാരിത്രത്തിനോ നിങ്ങൾ കുറവ് വരുത്തുകയില്ല. ക്ഷമിക്കുക, എല്ലായ്പ്പോഴും ക്ഷമിക്കുക. ഇങ്ങനെ പറയുക: പിതാവേ, എന്റെ എണ്ണമില്ലാത്ത പാപങ്ങൾ അവിടുന്ന് എന്നോട് ക്ഷമിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. ക്ഷമയോടും സ്ഥിരതയോടും ധീരതയോടും കൂടി നിമിഷം തോറും മെച്ചപ്പെടാൻ ശ്രമിക്കുക. നല്ലവരാകുക എന്നതിന് വേദനയൊന്നുമില്ലെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അല്ല, ഞാൻ നിങ്ങളോട് പറയുന്നു, അതാണ് ഏറ്റവും വലിയ അധ്വാനം. എന്നാൽ പ്രതിഫലം സ്വർഗമാണ്. തന്മൂലം ഇതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് ഉചിതമാണ്. പിന്നെ സ്നേഹം. ഓ, സ്നേഹത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാൻ എന്ത് വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്? സ്നേഹത്തിലേക്ക് നിങ്ങളെ തിരിക്കാൻ ഒരു വാക്കും പര്യാപ്തമല്ല. പാവം മനുഷ്യർ, പിശാചിനാൽ പ്രേരിപ്പിക്കപ്പെടുന്നവർ. അതിനാൽ ഞാൻ പറയുന്നു, പിതാവേ, ശുദ്ധീകരണത്തിന്റെ സമയം നീ ത്വരിതപ്പെടുത്തണമേ. ഈ ദേശവും നിന്റെ അജഗണവും ഉണങ്ങി വരണ്ടതും രോഗം പിടിപെട്ടതുമാകുന്നു. എന്നാൽ അവയെ ശുദ്ധീകരിച്ച് ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ഒരു മഞ്ഞുതുള്ളിയുണ്ട്. അതിന്റെ ഉറവയെ നീ തുറക്കണമേ. പിതാവേ, എന്നെ തുറക്കണമേ. ഇതാ, നിന്റെ അഭീഷ്ടം നിറവേറ്റാനുള്ള ആഗ്രഹത്താൽ ഞാൻ കത്തിജ്വലിക്കുന്നു. അവിടുത്തെ ഇഷ്ടം എന്റെയും നിത്യമായ സ്നേഹത്തിന്റെയും തന്നെയാണല്ലോ. പിതാവേ, 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 നിന്റെ കുഞ്ഞാടിനെ നീ നോക്കൂ. നീ തന്നെ അതിന്റെ ബലി നടത്തുന്നവനാകൂ. ഈശോ ചൈതന്യം നിറഞ്ഞവനായി നിൽക്കുന്നു. കൈകൾ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചിരിക്കുന്നു. മുഖം ആകാശത്തിലേക്ക് ഉയർത്തി വെള്ള വസ്ത്രധാരിയായി നീലിമയാർന്ന തടാകം പശ്ചാത്തലമായി വർത്തിക്കുന്ന ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു മുഖ്യദൂതനെ പോലെയുണ്ട്. ഈ നിലയിൽ ദർശനം അവസാനിക്കുന്നു.